നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് വൈശാഖ് എന്നാണ്. സ്മാർട്ട് വർക്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. വിവിധ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിനെ പറ്റിയുള്ള വീഡിയോസ് ആയിരുന്നല്ല. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലോകത്തിന് തന്നെ അത്ഭുതമായി കഴിഞ്ഞിരിക്കുന്ന ഒരു റെയിൽവേ ടണൽ പദ്ധതിയെ പറ്റിയുള്ള ഇൻഫർമേഷനാണ്. ഈ റെയിൽവേ ടണൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിലാണ്. അതായത് യൂറോപ്പിലെ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കടലിൻ്റെ അടിത്തട്ടിൻ്റെ അടിയിലൂടെ പണി കഴിപ്പിച്ചിരിക്കുന്ന ടണലിൻ്റെ വിശേഷങ്ങളാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപ് രാജ്യമാണ് ബ്രിട്ടൻ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം. അപ്പം ഈ യുണൈറ്റഡ് കിങ്ഡം അഥവാ ബ്രിട്ടൻ, ഈ രാജ്യത്തെയും യൂറോപ്പിലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട രാജ്യമായിട്ടുള്ള ഫ്രാൻസ്, ഈ ഫ്രാൻസിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് കടലിൻ്റെ അടിത്തട്ടിൻ്റെയും അടിയിലൂടെ 50.46 കിലോമീറ്റർ നീളത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ടണലാണ് ചാനൽ ടണൽ. ഈ ചാനൽ ടണലിൻ്റെ വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം. ചാനൽ ടണലിനെ പോർട്ട്മാൻറ്റോ ടണൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് ഈ ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രിട്ടൻ, ഈ ബ്രിട്ടൻ ഒരു ദ്വീപ് രാജ്യമാണ്. അതേസമയം യൂറോപ്പിൽ നിന്നും ഈ ബ്രിട്ടനെ വേർതിരിക്കുന്നത് ചാനൽ, ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്ന കടലിടുക്കാണ്. ഏകദേശം 50 കിലോമീറ്ററിന് മുകളിലാണ് ഈ ചാനലിന് നീളമുള്ളത്. അപ്പം ഈ 50 കിലോമീറ്ററിന് മുകളിൽ നീളമുള്ള ഈ ഇംഗ്ലീഷ് ചാനൽ അഥവാ ഈ കടലെടുക്ക് ഈ ബ്രിട്ടനെ യൂറോപ്യൻ മെയിൻ കോണ്ടിനെൻറ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യും. അപ്പം ഈ ബ്രിട്ടനെയും അതേപോലെ യൂറോപ്യൻ മെയിൻ ലാൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം വളരെ വർഷങ്ങളായിട്ട് പല കോണിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. 1802 ആദ്യമായിട്ട് ഇങ്ങനൊരു സർവേ നടത്താൻ വേണ്ടി ചിന്തിക്കുന്നത്. അതായത് ഈ ബ്രിട്ടനെയും അതുപോലെ ഫ്രാൻസിനെയും തമ്മിൽ, യൂറോപ്പിൻ്റെ മെയിൻ ലാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്രാൻസിനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ടണൽ വേണമെന്നുള്ള ആവശ്യം ആദ്യം വരുന്നത് 1802. പക്ഷേ അന്ന് ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻസും അതുപോലെ തന്നെ ബ്രിട്ടീഷ് മീഡിയാസും ഈ ഒരു പ്രപ്പോസൽ വേണ്ട എന്ന് വാദിക്കുകയും, അതിശക്തമായി വേണ്ട എന്ന് വാദിക്കുകയും, ഒടുവിൽ ആ പ്രപ്പോസൽ വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഉണ്ടായിരുന്നു. അതിന് മെയിൻ കാരണമായിട്ട് അന്ന് ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻസും അതേപോലെ മീഡിയാസും ഒക്കെ പറഞ്ഞു തന്നത്, ബ്രിട്ടൻ്റെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഇങ്ങനൊരു ടണൽ പണിയുന്നതിലൂടെ ഒരു പ്രശ്നം വരുമെന്നും അതുകൊണ്ട് ഇങ്ങനൊരു ടണലിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല എന്നുമായിരുന്നു. അതുകൊണ്ട് അന്ന് ആ പ്രപ്പോസൽ റിജക്റ്റായി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം 1988 ഒടുവിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു പ്രൊജക്റ്റിന് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ 1988 ഈ ബ്രിട്ടനെയും അതുപോലെ ഫ്രാൻസിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ചാനൽ എന്ന കടലിടുക്കിൻ്റെ അടിത്തട്ടിൻ്റെ അടിയിലൂടെ ഒരു ടണൽ പണി സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. 1988 തുടങ്ങിയ ഈ ടണൽ പണി അവസാനിച്ചത് 1994. ഇത് അണ്ടർ സീ ടണലാണ്, അണ്ടർ സീ റെയിൽവേ ടണലാണ്. അതായത് ഈ ഒരു ടണല് റെയിൽവേ ടണലാണ്, ട്രെയിനുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ടണലാണിത്. ഈ ചാനൽ ടണൽ എന്നറിയപ്പെടുന്ന റെയിൽവേ ടണലാണ്, അതായത് ട്രെയിനുകൾക്ക് പോകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ടണലാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ചാനൽ ടണലിൻ്റെ നീളം എന്ന് പറയുന്നത് 50.46 കിലോമീറ്ററാണ്. അതായത് ഫ്രാൻസിലെ ഒരു പ്രധാന സ്ഥലമായിട്ടുള്ള കോക്കുലസ്, ഈ കോക്കുലസിനെയും അതേപോലെ ബ്രിട്ടൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഇംഗ്ലണ്ടിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള ഫോക്സ്റ്റോണിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ചാനൽ ടണൽ നിർമ്മിച്ചിട്ടുള്ളത്. ഈ ചാനൽ ടണലിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഈ ചാനൽ ടണൽ, അതായത് കടലിൻ്റെ അടിത്തട്ടിലൂടെ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ റെയിൽവേ ടണൽ, ഇത് ഹൈ സ്പീഡ് റെയിൽവേ ലൈൻസ് ആണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ഹൈ സ്പീഡിൽ പോകുന്ന ട്രെയിൻസ് ആണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. ഇംഗ്ലണ്ടിലെയും അതുപോലെ ഫ്രാൻസിലെയും പ്രധാനപ്പെട്ട ഹൈ സ്പീഡ് ട്രെയിൻസ് എല്ലാം ഈ ഒരു ചാനൽ ടണൽ വഴി ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു. യൂറോസ്റ്റാർ ട്രെയിൻസ് ആണ് പ്രധാനപ്പെട്ട ഹൈ സ്പീഡ് ട്രെയിൻസ്. ഈ വഴി സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട ഹൈ സ്പീഡ് ട്രെയിൻസ് എന്ന് പറയുന്നത് യൂറോസ്റ്റാർ ട്രെയിൻസ് ആണ്. അതുപോലെ
ലീ ഷട്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷട്ടിൽ സർവീസ്, അതായത് മറ്റുള്ള നമ്മുടെ വാഹനങ്ങളെയൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്ന ഷട്ടിൽ സർവീസ് ട്രെയിൻസ്, ലീ ഷട്ടിൽ എന്നറിയപ്പെടുന്ന ഷട്ടിൽ സർവീസ് ട്രെയിൻസ്, ഈ ട്രെയിൻസും ഈ ചാനൽ ടണൽ യൂസ് ചെയ്ത് കടന്നു പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻസും ഈ ഒരു ടണൽ വഴി ഇരു രാജ്യങ്ങളിലേക്കും പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ചാനൽ ടണലിലെ റെയിൽവേ ട്രാക്കുകൾ സ്റ്റാൻഡേർഡ് ഗേജാണ്. അതായത് 1435 മില്ലിമീറ്റർ സ്റ്റാൻഡേർഡ് ഗേജാണ് ഈ ട്രാക്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് റെയിൽപാളത്തിലെ രണ്ട് റെയിലുകളുടെയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 1435 മില്ലിമീറ്ററാണ്. കാരണം ഹൈ സ്പീഡ് ട്രെയിനുകൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഗേജ് യൂസ് ചെയ്യേ മതിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഗേജ് യൂസ് ചെയ്യും. പിന്നെ ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുന്നത് 25 kV ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ഇവിടെ സപ്ലൈ ആയിട്ട് കൊടുക്കുന്നത്. 25 kV 50 Hz ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് ഇവിടെ ഇലക്ട്രിക് പവറായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിനുകൾക്ക് നല്ല സ്പീഡിൽ പോകാൻ സാധിക്കും ഈ ട്രാക്ക് വഴി. ട്രെയിനുകൾ കടന്നു പോകുന്ന പരമാവധി വേഗത എന്ന് പറയുന്നത്, അതായത് ഹൈസ്പീഡ് ട്രെയിൻസ് ഈ ചാനൽ ടണലിലൂടെ കടന്നു പോകുന്ന പരമാവധി വേഗത എന്ന് പറയുന്നത് 160 കിലോമീറ്ററാണ് മണിക്കൂറിൽ. അതായത് മണിക്കൂറിൽ 160 കിലോമീറ്ററിൽ ട്രെയിനുകൾ ഈ വഴി കടന്നു പോകുന്നു. 200 കിലോമീറ്റർ മണിക്കൂറിൽ 200 കിലോമീറ്റർ പോകാൻ പറ്റുന്ന രീതിയിലാണ്, ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാണ്, സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ട്രാക്കുകൾ ക്രമീകരിച്ചിട്ടുള്ളതെങ്കിലും ഇതുവരെ 200 കടന്നിട്ടില്ല, 200 വരെ എത്തിച്ചിട്ടില്ല ഒരു സ്പീഡ്. കാരണം അതിൻ്റെ സുരക്ഷയെ കരുതി അവർ ഇതുവരെ 200 എത്തിച്ചിട്ടില്ല സ്പീഡ്. മാക്സിമം 160 km/h ട്രെയിനുകൾ ഈ വഴി കടന്നു പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഉടമസ്ഥാവകാശമുള്ളത് ജെറ്റ് ലിങ്ക് എന്ന് പറയുന്ന യൂറോപ്യൻ പബ്ലിക് കമ്പനിക്കാണ്. ഈ ജെറ്റ് ലിങ്ക് എന്ന് പറയുന്ന യൂറോപ്യൻ പബ്ലിക് കമ്പനി സ്ഥിതി ചെയ്യുന്ന ഫ്രാൻസിലെ പാരീസിലാണ്. അപ്പം അവർക്കാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശമുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലീ ഷട്ടിൽ സർവീസ്, അതായത് ഈ മറ്റ് വാഹനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സർവീസ് നടത്തുന്ന ലീ ഷട്ടിൽ സർവീസ്, ഇത് ഈ ജെറ്റ് ലിങ്ക് കമ്പനി തന്നെയാണ് നേരിട്ട് നടത്തുന്നത് ഈ സർവീസ്. അതേസമയം മറ്റ് ഹൈസ്പീഡ് ട്രെയിൻസ്, അതേപോലെ ഗുഡ്സ് ട്രെയിൻസ്, ഇവയെല്ലാം മറ്റുള്ളവരാണ് സർവീസ് നടത്തുന്നത്. അപ്പം അങ്ങനെ മറ്റുള്ളവർ സർവീസ് നടത്തുമ്പം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഈ ജെറ്റ് ലിങ്ക് കമ്പനിയിലേക്കാണ് പോകുന്നത്. അപ്പം അത് അവരുടെ ഒരു വലിയ റവന്യൂ മാർഗമാണ്. 1988 പണി തുടങ്ങിയ ഈ ചാനൽ ടണലിൻ്റെ നിർമ്മാണ പദ്ധതി പൂർത്തിയാകുന്നത് 1994-ലാണ്. 6 വർഷം എടുത്തു പണി പൂർത്തിയാക്കാൻ. കടലിൻ്റെ അടിത്തട്ടിന് അടിയിൽ 75 മീറ്റർ താഴ്ചയിലാണ് ഈ ചാനൽ ടണൽ പണിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 50.46 കിലോമീറ്ററാണ് ഇതിൻ്റെ മുഴുവൻ നീളം. ഇതിൽ 38 കിലോമീറ്റർ നീളവും കടന്നു പോകുന്നത് വെള്ളത്തിനടിയിലൂടെയാണ്, വെള്ളത്തിൻ്റെ അടിത്തട്ടിനടിയിലൂടെ. അതായത് നേരെ കടൽ വെള്ളത്തിൻ്റെ അടിത്തട്ട് അതിൻ്റെയും അടിയിലൂടെയാണ് 38 കിലോമീറ്റർ ദൂരവും കടന്നു പോകുന്നത്. മറ്റുള്ള ഭാഗം കരയുടെ അടിയിലൂടെ അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെയാണ് ഈ 50 കിലോമീറ്റർ പൂർത്തിയാക്കുന്നത്. വെള്ളത്തിനടിയിലൂടെ 38 കിലോമീറ്റർ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ, അതായത് വെള്ളത്തിൻ്റെ അടിയിലെ കടലിൻ്റെ അടിത്തട്ട്, ഈ അടിത്തട്ടിനടിയിലൂടെ 38 കിലോമീറ്റർ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നീളത്തിൽ വെള്ളത്തിനടിയിലൂടെ കടന്നു പോകുന്ന ടണൽ എന്ന ബഹുമതി ഈ ഒരു ടണലിനാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടുതലുള്ള ടണൽ വെള്ളത്തിനടിയിലൂടെ കടന്നു പോകുന്നത് അത് ഈ ചാനൽ ടണലാണ്. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. പിന്നെ ലോകത്തിലെ തന്നെ 3ാമത്തെ ഏറ്റവും നീളം കൂടിയ ടണലാണിത്. അത് മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ. അപ്പം ദ്വീപ് രാജ്യമായിട്ടുള്ള ബ്രിട്ടനെയും അതേപോലെ യൂറോപ്യൻ മെയിൻലാൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഫിക്സഡ് ലിങ്കാണ് ഈ ഒരു ചാനൽ ടണൽ. അത് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. കാരണം ഒരു ദ്വീപ് രാജ്യമാണല്ലോ ബ്രിട്ടൻ. ആ ബ്രിട്ടന് യൂറോപ്പുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബന്ധമില്ല, കാരണം ദ്വീപായതുകൊണ്ട്. അപ്പം ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്ന കടലെടുത്ത് ബ്രിട്ടനെയും അതേപോലെ യൂറോപ്പിനെയും തമ്മിൽ വേർതിരിക്കുന്നുണ്ട്. പക്ഷേ ഒരേ ഒരു ലിങ്ക്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരേ ഒരു ലിങ്ക് ഈ ഒരു ചാനൽ ടണലാണ്. അപ്പം ഈ ഒരു ചാനൽ ടണലിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷങ്ങൾ മുമ്പ് തന്നെ, 250 വർഷം മുമ്പ് തന്നെ യൂറോപ്പിൻ്റെ ഭാഗത്തുനിന്ന് പ്രൊപ്പോസൽ വരികയും പിന്നെ അത് പണി കഴിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ഉണ്ടായി.
പക്ഷേ ബ്രിട്ടീഷുകാർ അന്നത് സമ്മതിച്ചില്ല. കാരണം അവരുടെ നാഷണൽ സെക്യൂരിറ്റി മെയിൻ ആണെന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവർ ഒഴിവാക്കുകയായിരുന്നു. കാരണം ടണൽ വന്നു കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുക്കായിരിക്കും ബ്രിട്ടനിലേക്ക് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരന്നത് റിജക്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അവർക്കും ആ ഒരു ആവശ്യം ജനുവനാണെന്ന് മനസ്സിലാകുന്നത് 1988-ലാണ്. അങ്ങനെയാണ് ഈ ടണൽ പദ്ധതി അവർ അപ്രൂവ് ചെയ്യുന്നതും യൂറോപ്പിനെയും ബ്രിട്ടനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു ടണൽ വരുന്നത്. പിന്നെ ഈ ടണൽ വന്നതിന് ശേഷം ഇപ്പം യൂറോപ്പ് നേരിടുന്ന അല്ലെങ്കിൽ ബ്രിട്ടൻ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കുടിയേറ്റം, അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടാണ്. അതായത് യൂറോപ്പിൽ നിന്നും വരുന്ന അതായത് ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെയുള്ള അനധികൃത കുടിയേറ്റക്കാർ ഈ യൂറോപ്പിലേക്ക് കടക്കുകയും അവർ ബ്രിട്ടൻ ലക്ഷ്യമാക്കി സഞ്ചരിക്കുകയാണ്. അപ്പം അവരങ്ങനെ കടക്കുന്നത് ഈ ഒരു ചാനൽ ടണൽ വഴിയാണ്. അതിപ്പം വളരെ ഒരു വെല്ലുവിളിയായിട്ടുണ്ട് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം ബ്രിട്ടൻ യൂറോപ്പിൽ നിന്നും ബ്രെക്സിറ്റ് നടത്തിയതുകൊണ്ട് തന്നെ, അതായത് അവർ പറയുന്നത് ബ്രിട്ടനിൽ തന്നെ ആവശ്യത്തിനധികം പിന്നെ ആളുകളുണ്ട് ഇപ്പോൾ തന്നെ. ഇനി കൂടുതലായിട്ടുള്ള പുറത്തുനിന്നുള്ള ആളുകളെ എടുക്കാൻ കഴിയില്ല അവർക്ക്, കാരണം അതിന് മാത്രമുള്ള റിസോഴ്സ് അവർക്കില്ല. അതുകൊണ്ട് ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെയുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് അവർ ബ്രെക്സിറ്റ് നടത്തിയത്. അതേപോലെ തന്നെ ഈ ചാനൽ ടണൽ വഴി ഇപ്പോൾ അനധികൃത കുടിയേറ്റക്കാർ ഒരുപാട് ബ്രിട്ടനിലേക്ക് കടക്കുന്നതും ഈ ബ്രിട്ടനെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ അതിനുവേണ്ടി കർശനമായിട്ടുള്ള സുരക്ഷയാണ് നിയോഗിച്ചിരിക്കുന്നത്. അത് ഫ്രാൻസിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ ഭാഗത്തും, രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തും അനധികൃത കുടിയേറ്റക്കാരെ തടയാൻ വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം യൂറോപ്പിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു പ്രൊജക്റ്റ് എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം, ഈ ഒരു ചാനൽ ടണൽ പ്രൊജക്റ്റ് എന്ന ഈ ഒരു പദ്ധതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാനൽ ടണൽ എന്ന ഈ അതിഗംഭീര പദ്ധതിയെപ്പറ്റി സംസാരിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മറ്റൊരു പദ്ധതിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.